Meet the editors. നാടകം കളിക്കുന്നു എന്നാണ് ചോദ്യം. ജിമ്മി, നമുക്കൊപ്പം പി ആർ സുനിൽ കൂടി ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിലൂടെ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ജിമ്മിയിലേക്ക്. ജിമ്മി, ഇന്നിപ്പോൾ നമ്മൾ കരുതിയത് ഇന്നലെ അമിത്ഷാ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ NIA കോടതിയിൽ പ്രോസിക്യൂഷൻ ആദ്യമേ തന്നെ കൺസീഡ് ചെയ്യുന്നു. അത് സ്വാഭാവികമായ രീതിയല്ല. സാധാരണ പ്രോസിക്യൂഷൻ കൺസീഡ് ചെയ്യാറില്ല. മിക്കവാറും 90% കേസുകളിലും പ്രോസിക്യൂഷൻ എതിർക്കും. പക്ഷേ 10% കേസുകൾ എടുത്ത ചരിത്രമുണ്ട്. അങ്ങനെ അമിത്ഷാ പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ കൺസീഡ് ചെയ്യും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഒരു ഫോർമൽ ഒബ്ജെക്ഷൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് വീണ്ടും കോടതി തുടർന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കേസ് നീട്ടിക്കൊണ്ടു പോകാനാണോ നിങ്ങൾ ഈ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടാതെ ജാമ്യ ഹർജി എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അമിത്ഷാ പറഞ്ഞ ഉറപ്പ് പാഴായി എന്ന് സഭാ നേതൃത്വം കരുതുന്നു. ബിഷപ്പ് പാംപ്ലാനി പിതാവിൻ്റെയൊക്കെ പ്രതികരണം വന്നു കഴിഞ്ഞു. ന്യൂനപക്ഷ വേട്ടയെന്ന് കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ അജണ്ടയെന്ന് CPM-ൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ നാടകം കളിക്കുകയാണോ BJP? ഈ നാടകം കളിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് നാടകം എന്നു മുതൽ കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാനൊരു മറു ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് 60 വയസ്സ് കഴിഞ്ഞ 2 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ എന്നുള്ളത് മാറ്റിവെക്കും, 2 സ്ത്രീകൾ ചെരുപ്പ് പോലും ധരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നു. ജയിലിൽ വെറും നിലത്ത് കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത് 25-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം. ഇന്ന് 8 ദിവസമാകുന്നു. സാധാരണ ഒരു കേസിൽ അറസ്റ്റ് നടന്നാൽ പോലീസ് എന്താണ് ചെയ്യുക? ഈ കേസ് അന്വേഷിക്കണമല്ലോ. അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമല്ലോ, തെളിവെടുക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഒരു കേസിൻ്റെ നടപടിക്രമം. 8 ദിവസമായിട്ടും ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് അതെന്തുകൊണ്ടാണ്? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ട, തൽക്കാലം ജയിലിൽ കിടക്കണ്ട എന്ന് അന്നേ തീരുമാനിച്ചതാണ്. ഈ നാടകം അന്നേ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ഈ കേസിനോട് ഇത്രയും വലിയ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അറസ്റ്റിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കേസ് അന്വേഷണം തുടങ്ങാൻ എന്തായിരുന്നു താമസം? എന്നിട്ട് ഇന്ന് കോടതിയിൽ വന്നിട്ട് പറയുകയാണ് കേസ് അന്വേഷണം നടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. നോക്കൂ, എന്ത് വിദഗ്ധമായിട്ടാണ് കളി. കേസ് അന്വേഷണം നടക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കേസ് അന്വേഷിക്കണം, അതിന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങണം, തെളിവെടുക്കണം, ചോദ്യം ചെയ്യണം. കഴിഞ്ഞ 8 ദിവസം ആ സംസ്ഥാനത്തെ സർക്കാർ അതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇന്ന് കോടതിയിൽ വന്ന് പറയുകയാണ് കേസ് അന്വേഷണം നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം, അതുകൊണ്ട് അന്വേഷണം നടക്കാനുണ്ട്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. എന്നിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നത് ഷോൺ ജോർജിൻ്റെയും അതുപോലെ തന്നെ അനൂപ് ആൻ്റണിയുടെയും ഒക്കെ അവസ്ഥയാണ്. കഷ്ടമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവിടെ ജാമ്യം കിട്ടട്ടെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന 2 പാവം ക്രിസ്ത്യാനികളാണ്, BJP നേതാക്കളാണ് അവിടെ പോയി നിൽക്കുന്നത്. അവർക്കറിയാം അതിൻ്റെ പാട്. ഈ കേസിൽ അവർ പറയുന്നത് പോലെ ഇത് വളരെ സ്വാഭാവികമായും കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു വരിയല്ല. എങ്ങനെയാണ് ഇന്ത്യയിലെ കോടതികളിൽ ഒരു ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേറെ എന്തൊക്കെ പറയാം? ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോടതി പറയും പാസ്പോർട്ട് വാങ്ങിച്ച് വയ്ക്കാൻ പറയും. അല്ലെ വേറൊരു വാദം പറയുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോടതി പറയും, നല്ല കോടതികൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോടതിയിൽ, നിങ്ങളുടെ പണി എന്താ? സാക്ഷികളെ സ്വാധീനിക്കാണ്ട് നിങ്ങൾ തടയണം എന്ന് പറയും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായം, കേസ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടത് പറഞ്ഞ് ഇടപെട്ട് തിരിച്ച് മറുവാദം ഉന്നയിക്കാം. പക്ഷേ പോലീസ് പറയുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്, പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം എന്ന് ഒരു പോലീസ് കോടതിയിൽ പറഞ്ഞാൽ കോടതിക്ക് അതിൽ ഇടപെടാൻ പരിധികളുണ്ട്. കാരണം അത് പോലീസിൻ്റെ അന്വേഷണമാണ്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയാം. അപ്പോഴാണെന്ന് കോടതി ചോദിച്ചത്, ശരി ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാത്തതെന്ന് ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ കോടതിയിൽ പോലീസ്, പ്രോസിക്യൂഷൻ, സർക്കാർ ഇവർ 3 പേരും ചേർന്ന് പറഞ്ഞ ഏറ്റവും ഗംഭീര ഡിഫൻസ്, ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഗംഭീര ഡിഫൻസ് ആയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. മറ്റുള്ള ഡിഫൻസുകളെല്ലാം പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഏറ്റവും ശക്തമായ, സാധാരണഗതിയിൽ കോടതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഡിഫൻസ് തന്നെ കൊടുത്തു. എന്ന് മാത്രമല്ല ഒരു വരിയിൽ സാർ അന്വേഷണം നടക്കുകയാണ് സാർ, അതുകൊണ്ട് പറ്റില്ല സാർ എന്നല്ല പറഞ്ഞത്. ഇവർ കുട്ടികളെ മതം മാറ്റാൻ ശ്രമിക്കുകയാണ്, കന്യാസ്ത്രീകളുടെ സ്ഥിരം പരിപാടിയാണ്, ഇത് വളരെ വൈകാരികമായ വിഷയമാണ്, അതുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. കീഴ്ക്കോടതിയിലും ഇത് തന്നെ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ ഈ കോടതിയിൽ പറഞ്ഞതെന്ന് നമുക്ക് ബൈറ്റ് തന്ന പ്രോസിക്യൂഷൻ്റെ ആൾ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതിലാർക്കും അവിശ്വാസമില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് BJPയുടെ നേതാക്കൾ വന്നിട്ട് ഇതൊരു സ്വാഭാവിക സംഭവമാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം തിന്നുന്ന ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തുമാത്രമല്ല, ഈ നാട്ടിലെ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ മാലേഗാവ് സ്ഫോടന കേസിൽ പുല്ലുപോലെ പ്രതികൾ ഊരിപ്പോയല്ലോ. എന്താ കോടതി പറഞ്ഞത്? NIAക്ക് തന്നെ കേസില്ല, ഇത് സംശയാസ്പദമാണെന്നാണ് പറയുന്നത്.
അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കക്ഷിയുടെ ബൈക്ക് അടക്കം കസ്റ്റഡിയിലാണ്. എവിടുന്നാണ് TNT വന്നതെന്ന് കശ്മീരിലാണെന്നുള്ളത് വ്യക്തമായതാ. പെട്ടെന്നൊരു ദിവസം ഇതില്ലാതാകുന്നു. എന്ന് മാത്രമല്ല, തീവ്രവാദത്തിനെതിരെ വലിയ വിപ്ലവം നടത്തുന്ന BJP അവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി പാർലമെൻറ്റിൽ എത്തിച്ചു. ഇങ്ങനെ അസാധാരണമായ കാരണങ്ങൾ എന്തൊക്കെ നടക്കുന്നു. ഇന്ന് തന്നെ കേരള സ്റ്റോർ എന്നൊരു പൊട്ടപ്പടം, അതിൻ്റെ രാഷ്ട്രീയമല്ല പറയുന്നത്, സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു പൊട്ടപ്പടം ദേശീയ തലത്തിൽ ഏറ്റവും നല്ല സിനിമയായി മാറിയ ദിവസം കൂടിയാണ്. അതിന് അവാർഡാണ്. ചുരുക്കി പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങളൊക്കെ നടക്കും. വേണമെന്ന് വെച്ചാൽ കോടതിയെ മറിക്കാം, വേണമെന്ന് വെച്ചാൽ കോടതിയിൽ കൃത്യമായി പറയാം. ഇനി എന്ന് മാത്രമല്ല, ഇവർക്ക് ബെയിൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് എന്താണ് നഷ്ടം? ഞങ്ങൾ ഈ കേസ് ഗംഭീരമായി അന്വേഷിക്കുകയാണ്. ബെയിൽ കൊടുക്കരുത്. ബട്ട് ബെയിൽ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇവർക്ക് കൃത്യമായ വകുപ്പുകൾ വയ്ക്കൂ, കൃത്യമായ നിബന്ധനകൾ വയ്ക്കൂ, ആൾജാമ്യം കൊടുക്കൂ, ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കൂ, അല്ലെങ്കിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ താമസിച്ചിരിക്കണം, അവർ എല്ലാ ദിവസവും ഒന്ന് ഒപ്പിടണം. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. അതൊന്നും പറയാതെ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞത് അവരുടെ ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി, ഛത്തീസ്ഗഡിലെ ജനത്തിന് വേണ്ടി, ഛത്തീസ്ഗഡിലെ BJPക്ക് വേണ്ടി നടത്തിയ നാടകമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇത് പറയാൻ പറ്റും. ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം വെറുപ്പിൽ, മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പിൽ കെട്ടിപ്പൊക്കിയ കോട്ടയാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ, ഛത്തീസ്ഗഡിലെ BJP രാഷ്ട്രീയം, ഒരു പക്ഷേ ഛത്തീസ്ഗഡിലെ മുഴുവൻ രാഷ്ട്രീയവും. അപ്പോൾ കേരളത്തിൽ അത്യാവശ്യം എക്കണോമിക്കലി അഫ്ലുവൻ്റായ, സാമ്പത്തികമായി മാത്രമല്ല സാമൂഹ്യമായി മുൻനിരയിൽ നിൽക്കുന്ന സുറിയാനി ആയ കത്തോലിക്കർ, മർത്തോമക്കാർ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഇവരെ കൂടെ കൂട്ടുന്നത് പോലെയല്ല. അതിന് BJPക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം BJPയോട് കൂടെ നിൽക്കുന്ന ഹിന്ദു സമുദായത്തിന് ഇവരോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ നിങ്ങൾ പോയി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിയാൽ കളി മാറും. എന്താണ് കാരണമെന്നറിയാമോ? ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ ഹിന്ദു സംസ്കാരത്തിലേക്ക്, ഹിന്ദു സംസ്കാരത്തിലേക്ക്, RSS സംസ്കാരത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഒറീസ, മധ്യപ്രദേശ്, UP മുതലായ ആദിവാസി ബെൽറ്റുകളിലെല്ലാം നടക്കുകയാണ്. അപ്പോഴാണ് ഒരു വിഭാഗം കുരിശുമായിട്ട് വരുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനിൽ വരുന്നില്ല, ഞങ്ങൾ വേറെയാണ്, അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെ, മതപരിവർത്തനം നടത്തുന്ന ആദിവാസി മേഖലയിലെ ക്രിസ്ത്യാനികളെ ഏറ്റവും വലിയ ശത്രുക്കളായി BJP കാണുന്നത്. അവരെ എതിർക്കാതെ BJPക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇത് ഇന്ത്യയിൽ ആദിവാസി മേഖലയിലെ മതം മാറുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല, ദളിതരായ മനുഷ്യർക്കെതിരെ മുഴുവൻ BJPക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഹിന്ദു സംസ്കാരം എന്ന് അന്ന് അവർ വിളിക്കുന്നതിലേക്ക് സ്വാംശീകരിക്കാൻ തയ്യാറാകാത്തവരെയെല്ലാം അടിച്ചൊതുക്കാനുള്ള വളരെ വലിയൊരു തന്ത്രം എത്രയോ കാലമായി നടക്കുന്നു. ഒരു ഉദാഹരണത്തിന് ഭീമ കോറേഗാവ് സംഭവം. ഭീമ കോറേഗാവ് എന്ന് പറയുന്ന യുദ്ധം മഹാരാഷ്ട്രയിൽ അന്നത്തെ പേഷ്വായ്ക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ യുദ്ധമാണ്. 1818 പേഷ്വായുടെ സവർണ പട്ടാളത്തിൻ്റെ, സവർണ ജാതിക്കാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമരം നടത്തുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധം ചെയ്യുമ്പോൾ മെഹർ ജാതിക്കാരാണ് ഇവരുടെ പട്ടാളക്കാർ, ദളിതര. പേഷ്വയെ തോൽപ്പിച്ചു, പേഷ്വയുടെ പട്ടാളത്തെ തകർത്തു. എന്നിട്ട് ഭീമ കോറേഗാവ് സ്ഥലത്ത് ഒരു സ്തൂപം സ്ഥാപിക്കുന്നു. 1928 അംബേദ്കറാണ് ആ സ്തൂപത്തിൻ്റെ കമമറേഷൻ നടക്കുന്നത്. അന്നു മുതൽ എല്ലാ ജനുവരി 1-നും, ഒരു ജനുവരി 1 1818 യുദ്ധം നടക്കുന്നതും പേഷ്വ തോറ്റുപോകുന്നതും. അവിടെ ദളിതർ അവരുടെ വിജയ ദിവസം ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ദളിത് സംഘടനകൾ, അംബേദ്കറുടെ കീഴിലുള്ളവരും അല്ലാത്തവരും ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. 2018 ഭീമ കോറേഗാവ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നവർക്കെതിരെ നടന്ന കലാപമാണ് കുപ്രസിദ്ധമായ ഭീമ കോറേഗാവ് കേസും. 100 കണക്കിന് ദളിത് ആക്ടിവിസ്റ്റുകളെയും 100 കണക്കിന് പ്രധാനപ്പെട്ട ആളുകളെയും നേതാക്കളെയും ബുദ്ധിജീവികളെയും ഒക്കെ BJP സർക്കാർ ജയിലുകളിലേക്ക് പുല്ലുപോലെ കൊണ്ടുപോയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്റ്റാൻ സ്വാമി മരിച്ചത്. അപ്പോൾ വിഷയം വളരെ ഡീപ്പാണ്. ദളിതർക്കെതിരെ, പ്രത്യേകിച്ച് ദളിതരായ ക്രിസ്ത്യാനിയാണെങ്കിൽ അതിലും പ്രത്യേകിച്ച് BJPക്ക് വളരെ വലിയ ഒരു പ്ലാനുണ്ട്. സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2 ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, 2 സുറിയാനി ക്രിസ്ത്യാനികളായ കന്യാസികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറയുന്നത്. അമിത്ഷാ വിചാരിച്ചിട്ട് പോലും നടന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അമിത്ഷായ്ക്കൊന്നും ഒരു പരിധിക്കപ്പുറം ഈ വിഷയത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ, എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് വിട്ടുകളഞ്ഞു എന്ന് പുറത്താർക്കും തോന്നരുത്. അതുകൊണ്ട് നിങ്ങൾ ജാമ്യത്തെ എതിർക്കണം എന്ന് തന്നെ പറഞ്ഞു. കാരണം BJPയുടെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ, BJPക്ക് എതിർ നിൽക്കുന്ന ദളിതർക്കെതിരായ നിലപാട് കളഞ്ഞിട്ട് BJPക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇതാണ് ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ്, ഇതാണ് ഈ നാടകത്തിൻ്റെ
അണിയറ ശില്പികൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാടകം കളിച്ചേ പറ്റൂ BJPക്ക്. ഇതിനെയും തുടരും. ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ ജാമ്യം കിട്ടിയാലും കന്യാസ്ത്രീകൾക്കെതിരായ കേസ് അവസാനിക്കാൻ പോകുന്നില്ല. കുറേ നാൾ നടക്കേണ്ടി വരും. നടത്തിക്കും BJPയുടെ ഝാർഖണ്ഡ് സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാർ. ശ്രദ്ധിക്കണം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ നാടകം കളിക്കുകയാണോ BJP എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതികവിദ്യ വഴി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. പിയ സുനിൽ, ഇപ്പോൾ BJP ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അമിത്ഷാ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായിട്ട് ഈ ജാമ്യാപേക്ഷ എതിർത്തിട്ടില്ല. അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നാണ് ഇപ്പോൾ BJP ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേരളത്തിലേക്ക് വേണ്ടി ഒരു തിരക്കഥയും ഛത്തീസ്ഗഡിലേക്ക് വേണ്ടി മറ്റൊരു തിരക്കഥയും തയ്യാറാക്കി ഒരു നാടകം രചിക്കുകയാണോ BJP ഇപ്പോൾ? ഇവിടെ ഒരു നാടകമല്ല, രണ്ട് നാടകമാണ്. ആദ്യത്തെ നാടകത്തിൽ BJP കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കുറെ നടന്മാർ, രണ്ടാമത്തെ നാടകത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേശായിയുടെ നേതൃത്വത്തിലുള്ള കുറെ മറ്റ് നടന്മാർ, ഇതിന്റെ സംവിധായകനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിശ്ചയിച്ചാൽ ഇതിപ്പോൾ ഈ ചവറ്റുകുട്ടയിൽ വേണമെങ്കിൽ എടുത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള കേരള സ്റ്റോറി പോലുള്ള സിനിമയ്ക്ക് പുരസ്കാരം നൽകിയതുപോലെ നാളെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പുരസ്കാരം നൽകുമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ നാടകത്തെ പരിഗണിക്കാനും കഴിയും. പക്ഷേ ഈ നാടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് രണ്ട് ക്ലൈമാക്സ് അല്ല, ഒറ്റ ക്ലൈമാക്സ് ആയിരിക്കും. ആ ക്ലൈമാക്സ് എന്താണെന്നറിയാനാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ ജാമ്യം കിട്ടുമോ, ജാമ്യം കിട്ടില്ലയോ, NIA കോടതി അധികാരമില്ലെന്ന് പറയുമോ, അതോ NIA കോടതി ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുമോ? നോക്കൂ, ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് കേരളത്തിലെ UDF LDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് പുറത്തിറങ്ങി വന്ന് ഇതാ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നു, ഇപ്പോൾ തന്നെ ജാമ്യം കിട്ടും, ഇന്ന് തന്നെ ജാമ്യം കിട്ടും, പ്രോസിക്യൂഷൻ അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ അത്രയും വലിയ ഉറപ്പുകൾ നൽകി എന്നൊക്കെ കേരളത്തിലെ MPമാർ മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് MPമാർ പിന്നീട് നേരെ പോയത് ഛത്തീസ്ഗഡിലേക്കാണ്. കാരണം അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ കന്യാസ്ത്രീകളെ സ്വീകരിക്കാനൊക്കെയായി. പക്ഷേ ഇന്ന് കോടതിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളാകെ തകിടം മറിയുന്നതാണ് കണ്ടത്. കോടതിയിൽ ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് പ്രാഥമിക ഘട്ടത്തിലാണ്, ഈ കേസിൽ ജാമ്യം നൽകാൻ പാടില്ല, ഇത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഘട്ടത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയാൽ അത് തെളിവുകൾ നശിപ്പിക്കുന്ന നടപടിയിലേക്ക് പോകും, ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്ന നടപടിയിലേക്ക് പോകും, കേസിനെ ദുർബലപ്പെടുത്തും, കേസിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. സാധാരണ ഒരു കേസിൽ എല്ലാ പ്രോസിക്യൂഷനും ഇത് തന്നെയാണ് പറയുക, ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പറയുക. ആ ഒരു നടപടി തന്നെയാണ് ഛത്തീസ്ഗഡിൽ കണ്ടത്. അതേസമയം കേരളത്തിലേക്ക് വന്നാൽ, നാടകം നമ്പർ 1ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. ഇതൊരു എതിർപ്പേ അല്ല. ഇങ്ങനെയല്ല ജാമ്യാപേക്ഷയെ എതിർക്കാറുള്ളത്. ഇതിനെ എതിർപ്പായി പരിഗണിക്കാൻ പറ്റില്ല. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എതിർപ്പാണ്. സോഫ്റ്റ് ആയിട്ടൊരു എതിർപ്പുണ്ടോ? എതിർപ്പ് എന്നത് എതിർപ്പ് തന്നെയാണ്. അവിടെ സോഫ്റ്റും അതല്ലെങ്കിൽ കൂടിയതൊന്നുമില്ല. അപ്പോൾ ഇതൊരു രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ മുതലാക്കാം, എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് BJP രണ്ടിടത്തും നടത്തുന്ന രാഷ്ട്രീയ നാടകം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ തങ്ങിയല്ലോ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു, അതിനുശേഷം അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് പോകുന്നു. ഇന്ന് കേരളത്തിലേക്ക് പോയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചത് ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് വരാൻ പോകുന്ന വാർത്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നു, അവർ പുറത്തിറങ്ങാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അത് സംഭവിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പ് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് ജാമ്യം നൽകുന്നതിൽ വിരോധമില്ല എന്നൊരു നിലപാട് ഒരുപക്ഷെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച ദില്ലിയിൽ നടന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേശായി ദില്ലിയിലെത്തുകയും രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, പിന്നീട് പോയി പ്രധാനമന്ത്രിയെ കാണുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിയമം നിയമത്തിന്റെ ജോലി ചെയ്യും, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഛത്തീസ്ഗഡിൽ നോക്കൂ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിനെ അനുകൂലിച്ച് BJP എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ രാഷ്ട്രീയമായി അത് BJPക്ക് വലിയ പ്രഹരമാകും. ഇതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, നോക്കൂ, ഈ കേസ് എങ്ങനെ NIA കോടതിയിലേക്ക് എത്തി? ഇതൊരു സെഷൻസ് കോടതി, അതായത് ഈ കേസിന്റെ ഒരു ആധിക്യം, ഈ ഒരു നിയമവശം പരിശോധിച്ചാൽ
ഈ കേസ് ഒരു സെഷൻസ് കോടതി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകാവുന്ന ഒരു കേസേ ഉള്ളൂ. ഈ കേസ് എങ്ങനെയാണ് NIA കോടതിയിലേക്ക് എത്തുന്നത്? കഴിഞ്ഞ ദിവസം ഈ കേസ് സെഷൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരാണ് പറയുന്നത് 2008 NIA ആക്ടിലെ 11-ാം വകുപ്പ് പ്രകാരം ഈ കേസ് പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല. എന്തുകൊണ്ട് അധികാരമില്ല? NIA കേസിലെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആയ മനുഷ്യക്കടത്ത് എന്നൊരു വകുപ്പ്, അതായത് BNS-ലെ 143-ാം വകുപ്പ് ഈ കേസിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ NIA കോടതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിയത്. NIA കോടതിയിൽ ഈ കേസ് എത്തിക്കുകയും പിന്നീട് UAPA പോലുള്ള നിയമങ്ങൾ ഈ കേസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം. പക്ഷേ നോക്കൂ, അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ഈ NIA കോടതിയിൽ ഇതൊരു NIA കേസാണെന്ന് പറയാതിരുന്നത്. NIA കോടതിയിലേക്ക് ഒരു കേസ് വിടണമെങ്കിൽ ആ കേസ് NIA കോടതിയിലേക്ക് വിടുന്നതിനൊപ്പം ഈ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ആദ്യം റിപ്പോർട്ട് ചെയ്യണം. പിന്നീട് ആഭ്യന്തര മന്ത്രാലയം ഇത് NIAക്ക് ഫോർവേഡ് ചെയ്യണം. അങ്ങനെയാണ് ഒരു കേസ് NIA കോടതിയിലേക്ക് വരിക. NIA കോടതി ജഡ്ജി ആ കേസ് പരിഗണിക്കുക. അങ്ങനെയല്ലാതെ ഒരു NIA കോടതിക്ക് ഇതുപോലൊരു കേസ്, അതായത് NIA കേസല്ലാത്ത ഒരു കേസ് പരിഗണിക്കാനുള്ള അധികാരമേ ഇല്ല. പക്ഷേ ഈ കേസ് വളരെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ കേസ് NIA കോടതി പരിഗണിച്ചിട്ടുണ്ട്, വാദം കേട്ടിട്ടുണ്ട്. അതിന്റെ തീരുമാനം എന്താണെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ NIA കോടതി പറയാം ഈ കേസ് പരിഗണിക്കാൻ NIA കോടതി പരിഗണിക്കേണ്ട സാഹചര്യമില്ല, ഇത് സെഷൻസ് കോടതി തന്നെ പരിഗണിച്ചാൽ മതി. കാരണം സെഷൻസ് കോടതി തന്നെ പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ NIA കോടതിയും ഒരു സെഷൻസ് കോടതിയാണ്. പക്ഷേ സെഷൻസ് കോടതി പരിഗണിക്കണമെങ്കിൽ വീണ്ടും ഇത് ദുർഗിലെ കോടതിയിലേക്ക് വരണം. കാരണം ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരു കേസ് അവിടുത്തെ സെഷൻസ് കോടതി പരിഗണിക്കാതെ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നതുപോലെ ഈ കേസ് വീണ്ടും ദുർഗിലേക്ക് വരണം. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് പൊതുവെ എല്ലാ അഭിഭാഷകരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് ഈ കേസിൽ മറ്റ് സാഹചര്യങ്ങളില്ല, മാത്രമല്ല ഈ കേസിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ ജാമ്യത്തിലേക്ക് വരാം. പക്ഷേ അപ്പോഴും വളരെ വ്യക്തമായ സന്ദേശം ഈ കേസിലൂടെ BJP ഛത്തീസ്ഗഡിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. കാരണം നോക്കൂ, ഈ ഛത്തീസ്ഗഡിൽ ഈ കേസിൽ കന്യാസ്ത്രീകളെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ഛത്തീസ്ഗഡിൽ സർക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമായി BJPക്ക് അവിടെ ഗുണം ചെയ്യില്ല. അത് BJPക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് കോടതിക്കകത്ത് പറഞ്ഞ കാര്യം അതുപോലെ പുറത്തു വന്ന് മാധ്യമങ്ങളോട് ഛത്തീസ്ഗഡിലെ സർക്കാർ, ഛത്തീസ്ഗഡിന്റെ അഭിഭാഷകർ മാധ്യമങ്ങളോട് പറയുന്നത് ഇത് നിർബന്ധിത മതപരിവർത്തന കേസ് തന്നെയാണ്. ഈ കേസ് ശക്തമായി ഞങ്ങൾ ഈ ജാമ്യാപേക്ഷ എതിർത്തിട്ടുണ്ട്, ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല എന്ന് പുറത്തു വന്ന് മാധ്യമങ്ങളോട് ഈ അഭിഭാഷകർ പറയുന്നത് ഇതൊരു സന്ദേശമായി പോകാൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു സന്ദേശമായി പോകണമെന്ന് ഛത്തീസ്ഗഡിലെ സർക്കാർ ആഗ്രഹിക്കുന്നു. അതേസമയം ഈ ഒരു വലിയ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സന്ദേശം നൽകാൻ കേരളത്തിലെ BJP നേതാക്കളും ശ്രമിക്കുന്നു. അതായത് നാളെ ഇതിന്റെ കോടതിയുടെ വിധി വരാൻ പോകുന്നു. പക്ഷേ NIA കോടതിയുടെ വിധി ജാമ്യം നൽകിയാൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. NIA കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊരു ജുഡീഷ്യൽ എററായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും മേൽക്കോടതിയെ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി ഈ കേസിലുണ്ട്. അതുകൊണ്ട് ഈ കേസ് നിലനിന്ന് മുന്നോട്ട് പോകും എന്ന ഒരു സാഹചര്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ കന്യാസ്ത്രീകളെ വീണ്ടും കോടതികളിലേക്ക്, നിയമ നടപടികളിലേക്ക്, വ്യവഹാരങ്ങളിലേക്ക് വീണ്ടും വലിച്ചിഴയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് പോകും. ഏതായാലും ഇപ്പോഴത്തെ കാര്യം വളരെ വ്യക്തമാണ്. ഈ ഛത്തീസ്ഗഡിലെ ഈ പാവം ഈ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇതുപോലെ കൊടും ക്രിമിനലുകൾക്കൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പാർപ്പിച്ച ഈ നടപടിയിലൂടെ തന്നെ ആരെയും വെറുതെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലിട്ട് ഏത് വകുപ്പ് വേണമെങ്കിലും ചുമത്തി ജയിലിടാവുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അത് വളരെ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. തൽക്കാലം കേരളത്തിൽ 2026 ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് മാത്രം. അതല്ല എങ്കിൽ ഇതായിരിക്കില്ല ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന കാഴ്ചകൾ. അതുകൊണ്ട് ഈ 2 നാടകങ്ങളും വളരെ സജീവമായി നടക്കട്ടെ. അതുകൊണ്ട് ഇതിന്റെ ക്ലൈമാക്സ് എന്താകും എന്നറിയാൻ കാത്തിരിക്കാം. ഇത് നാടകം തന്നെയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബാലെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, താങ്ക് യു. പിയാസുല്ലാണ് നമുക്കൊപ്പം ചേർന്നത്. സുജയിലേക്ക് വന്നാൽ, സുജയ, ഇതൊരു നാടകമാണോ? നാടകത്തിന് 2 തിരക്കഥകളുണ്ടോ? ഛത്തീസ്ഗഡിന് വേണ്ടി ഒരു തിരക്കഥ, കേരളത്തിന് വേണ്ടി ഒരു തിരക്കഥ. ആ രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്?
ഛത്തീസ്ഗഡിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും രണ്ട് തിരക്കഥ ആടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിന്ന് കുറച്ച് വ്യക്തമായിട്ടുണ്ടാകുമല്ലോ ഡോക്ടർ അരുണിനും ഇരിക്കുന്ന എല്ലാവർക്കും, പിയാസുനിലും ഒക്കെ കണ്ടു കാണുമല്ലോ. ഛത്തീസ്ഗഡിൽ ഇന്ന് ഒരു വലിയ പ്രതിഷേധ റാലി, ഒരു കോലവുമൊക്കെയായി പിടിച്ച് ഒരു കോലം കെട്ടൽ നമ്മൾ കണ്ടു. അത് ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ വകയാണ്. അതിന്റെ മുൻനിരയിൽ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയ ജെബി മേത്തർ MP ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പിയാസുനിൽ സൂചിപ്പിച്ച ബാലെ പരാമർശം അവിടെയായിരിക്കും യോജിക്കുക. ഒരു കോലവുമൊക്കെയായി ഉറഞ്ഞു തുള്ളി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച എടുത്തു ആ ഉറഞ്ഞു തുള്ളലിന്. ഇവിടെ നാടകം കളിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ UDF MPമാരായാലും ഇടത് MPമാരായാലും BJP ആയാലും കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്നുള്ള BJP നേതൃത്വം അതിനുവേണ്ടി അനൂപ് ആന്റണിയെ ആദ്യം അയക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ഛത്തീസ്ഗഡിൽ ആദ്യം എത്തുന്നത്. അതിനുശേഷമാണ് UDFന്റെ പ്രതിനിധി സംഘം എത്തുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഇടത് MPമാരുടെ സംഘവും എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ രാഷ്ട്രീയത്തിനപ്പുറം ഈ മൂന്ന് കൂട്ടരും ശ്രമിക്കുന്നത് കന്യാസ്ത്രീകൾ ആ തടങ്കലിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം അവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നാണ്. ഇവിടെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് കന്യാസ്ത്രീകൾക്കെതിരായ നടപടി എന്നത് ഇപ്പോൾ സംസ്ഥാനത്തെ BJPയിൽ രണ്ട് തരത്തിലാണ് അഭിപ്രായം വരുന്നത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് BJPയുടെ നിലപാട് മറ്റൊന്നാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും ഇവിടെ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ നടപടി എന്നത് മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ടതിന് ശേഷം നടത്തിയ പ്രതികരണത്തിൽ അങ്ങനെയാണ് അദ്ദേഹം രാവിലെ പറയുന്നത് ഞാൻ കേട്ടത്. മാത്രമല്ല മാർ ആൻഡ്രൂസ് താഴത്ത് ഈ പ്രശ്നത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ആദ്യം ഉയർന്നത് തൃശൂർ അതിരൂപതയുടെ ഭാഗത്തു നിന്നാണ്. തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധം നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ സഭയുടെ പ്രതിഷേധം എന്താണ്, അല്ലെങ്കിൽ സഭയ്ക്കുണ്ടായിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എന്താണ് എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വോട്ട് ബാങ്ക് എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും എല്ലാവരും ഇടപെടുന്നത് കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയാണ്. അതിലിപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് കൂടി നമ്മളൊന്ന് നോക്കണം. ഇന്ന് NIA കോടതിയിലേക്ക് വരുമ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞെന്താണ്, NIA കോടതിയിലേക്ക് ഈ കേസ് പോകേണ്ട സാഹചര്യം എന്താണ് എന്നതാണ്. കാരണം NIAക്ക് വിടേണ്ട സാഹചര്യമില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും, അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും എന്നതാണ് ഇന്ന് രാവിലെ വരെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ NIA കോടതിയിലേക്ക് പോകാൻ സെഷൻസ് കോടതിയിൽ നിന്ന് പറഞ്ഞു. അതുകൊണ്ട് NIA കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷയുമായി പോകാൻ കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ തീരുമാനിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമോപദേശമാണ് അവർക്ക് കിട്ടിയത്. NIA കോടതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അമൃതോ ദാസിന്റെ മുൻ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് നമ്മുടെ പ്രതിനിധി അടക്കം അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് കോടതിയുടെ തീരുമാനം നാളെ ജാമ്യം നൽകുന്ന തീരുമാനമായിരിക്കും. അങ്ങനെ പറയുന്നത് BJPയുടെ നേതാക്കളൊന്നുമല്ല, കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്. അഭിഭാഷകനെ വെച്ചത് BJPയും അല്ല, സഭയുടെ ഭാഗത്തു നിന്ന് തന്നെയാണല്ലോ കന്യാസ്ത്രീകൾക്ക് വേണ്ടി അഭിഭാഷകനെ വെച്ചത്. അപ്പോൾ അഡ്വക്കേറ്റ് അമൃതോദാസ് പറയുന്നതാണ് ഞാൻ ഈ കാര്യത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നത്. മാത്രമല്ല പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കേസ് ഡയറിയിൽ ഉള്ള കാര്യങ്ങളാണ്. അതായത് കേസ് എടുക്കുമ്പോൾ അവിടെ കൃത്യമായി ഈ റെയിൽവേ പോലീസ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ പോലീസാണ്. അവരുടെ നമ്മുടെ ഇവിടുത്തെ പോലെ RPF അല്ല, അവരുടെ റെയിൽവേ പോലീസിൻ്റെ കൃത്യമായി അവരവിടെ ഈ കേസ് എടുത്തതിനെ കുറിച്ച് പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ കേസ് എടുത്തത്, FIR ഇട്ടത്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതടക്കം ചുമത്തിയത് എങ്ങനെയാണ് എന്നതൊക്കെ ഈ കേസ് ഡയറിയിൽ പറയുന്നുമുണ്ട്. ഗവൺമെന്റ് റെയിൽവേ പോലീസ് GRP എന്നതാണ് അവിടുത്തെ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന റെയിൽവേ പോലീസിന്റെ പേര്. അപ്പോൾ GRP ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ ഇന്ന് കേസ് ഡയറിയിലെ കാര്യങ്ങളെല്ലാം കോടതിയിൽ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം അന്വേഷണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പറയുന്നു. അവിടെ ഈ അഡ്വക്കേറ്റ് അമൃതോദാസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊക്കെ മറന്നുപോയതായിരിക്കാം, ഞാനത് കേട്ടതുകൊണ്ട് അതുകൂടി സൂചിപ്പിക്കാമെന്ന് വെച്ചു. പ്രോസിക്യൂഷന് ഒറ്റയടിക്ക് പിന്തുണയ്ക്കാനാവില്ല. അഡ്വക്കേറ്റ് അമൃതദാസിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അമൃതദാസ് പറഞ്ഞത് കേസ് അന്വേഷിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾ ക്രിമിനൽസ് അല്ല എന്ന് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞു. ആ ക്രിമിനൽസ് അല്ല എന്ന് പറയുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ ഒരു തരത്തിലും ഖണ്ഡിക്കുന്നില്ല. വാദത്തിൽ ഒരിടത്ത് പോലും കന്യാസ്ത്രീകൾ ക്രിമിനലുകളാണ് എന്ന് അവർ പറയാൻ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമൃതദാസ് വാദിക്കുന്ന കാര്യങ്ങളെ പ്രോസിക്യൂഷൻ അവിടെ ഖണ്ഡിച്ചിട്ടുമില്ല. ഒരു തരത്തിലുമുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണ്, ഭരണഘടനാ മൂല്യങ്ങൾ മാനിച്ച് കന്യാസ്ത്രീകൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടണം. ഇതാണ് ഈ കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമൃതോദാസ് വാദിച്ചതിന്റെ ഒരു രത്ന ചുരുക്കം. ഇതിനെ ഒരു ഘട്ടത്തിൽ പോലും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല എന്നത് ആ കോടതിയിൽ നടന്ന വസ്തുതയാണ്. മാത്രമല്ല ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർക്കുമ്പോൾ കേസിൽ അന്വേഷണം നടക്കുന്നു, പ്രതികളെ പുറത്തുവിടാൻ കഴിയില്ല, തെളിവുകൾ സമാഹരിക്കുന്ന സമയം സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ജനറലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കേസുകളിലും പറയുന്ന ഒരു വാദം തന്നെയല്ലേ. കേരളത്തിലായാലും ഇന്ത്യയുടെ BNS നിലനിൽക്കുന്ന BNS ഇപ്പോൾ IPCയിൽ നിന്ന് മാറി BNSലേക്ക് വരുമ്പോൾ അതനുസരിച്ച് എടുക്കുന്ന എല്ലാ കേസുകളിലും പ്രോസിക്യൂഷൻ വാദിക്കുന്ന ഭൂരിഭാഗം എന്ന് പറയും. ശരി, 90% കേസുകളിലും ഒരു 10% നിങ്ങൾ എക്സെപ്ഷൻ വെച്ചോളൂ. ആ 10% ഇത് പെട്ടില്ല എന്നത് മാത്രമായിരിക്കും ഡോക്ടർ അരുണിന്റെ വാദം. താങ്കൾ അതിലേക്ക് വന്നോളൂ. വാദമില്ല, താങ്കൾ അത് സമ്മതിച്ചു. ആ 10%-ൽ അമിത്ഷാ പറഞ്ഞ ഈ കേസില്ല.
ശരി, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ഇതിൽ അമിത്ഷാ പറഞ്ഞ കേസുണ്ടോ ഇല്ലയോ എന്നത് കോടതിയിൽ വാദം പൂർത്തിയായിട്ടുള്ളൂ. അതിനു മുൻപ് ജഡ്ജ്മെന്റ് പറയാൻ താങ്കൾ ആ ജഡ്ജിയുടെ ജോലി കൂടി എടുക്കേണ്ട, അത് അദ്ദേഹം ചെയ്തോട്ടെ. ഛത്തീസ്ഗഡിൽ ബിലാസ്പൂരിലെ NIA കോടതി അമിത്ഷായുടെ ഉപദേശം ആവശ്യമില്ല, അത് സ്വാഭാവിക നടപടിയാണ്. ഡോക്ടർ അരുൺകുമാർ, നിങ്ങൾക്ക് അമിത്ഷായെയോ അല്ലെങ്കിൽ RSSനെയോ BJPയോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചാവേദിയിൽ താങ്കൾക്കൊപ്പം ഇരിക്കുന്നത്. താങ്കളുടെ ആ സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യവുമില്ല. 3-ാം ഊഴത്തിലേക്ക് അവരെത്തിയത് താങ്കളുടെ വിലയേറിയ സർട്ടിഫിക്കറ്റ് കൊണ്ടുമല്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഡൽഹിയിൽ ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അവിടെ പാർലമെന്റിലെ ഓഫീസിൽ വന്നാണ്, അല്ലെങ്കിൽ പാർലമെന്റിൽ വന്നാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നതാണ്. അതായത് ആ നിയമപ്രകാരം ഈ കോടതിയിലേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷൻ ഒറ്റയടിക്ക് പോയി ഇങ്ങനെ പറയും, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രോസിക്യൂഷൻ അവരുടെ നിലപാട് പറയുന്നു. പക്ഷേ എന്നാൽ കന്യാസ്ത്രീകൾ അഭിഭാഷകന്റെ വാദത്തെ ഖണ്ഡിച്ചിട്ടില്ല എന്ന് ആ അഭിഭാഷകൻ പറയുകയാണ്. അഡ്വക്കേറ്റ് അമൃതോദാസ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിലെടുക്കൂ. നിങ്ങളല്ലാതെ രാഷ്ട്രീയ കണ്ണോടുകൂടി അത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബെയിൽ ആപ്ലിക്കേഷനിൽ അങ്ങനല്ല. ബെയിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഇവർ പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഇത് മതപരിവർത്തനം ബന്ധപ്പെട്ട വിഷയമാണ്. കന്യാസ്ത്രീകൾ കുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു. ഇത് തുടർച്ചയായി ഇത് കന്യാസ്ത്രീകൾ തുടർച്ചയായി ചെയ്യുന്നതാണ്. താങ്കളിപ്പോൾ സൂചിപ്പിക്കുന്നത് കേസ് ഡയറിയിലെ ഭാഗങ്ങൾ അവിടെ വാദമായി ഉന്നയിച്ചു. ആദ്യം കേസ് ഡയറി കൊണ്ടുവന്നില്ല. ഒരു കേസ് കോടതിയിൽ കേസിന് പോകണം, കേസ് ഡയറി കൊണ്ടുവന്നില്ല, പോയി എടുത്തോണ്ടിരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വാദിച്ചിട്ട് ഇതൊരു വളരെ വൈകാരിക വിഷയമാണെന്ന് ഇവർ സ്ഥിരമായി ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് പ്രോസിക്യൂഷനെ എതിർത്തില്ല. ഇത് പറഞ്ഞാൽ പോരെ? ഞാൻ അഡ്വക്കേറ്റ് അമൃതോദാസിനെ, അതായത് കന്യാസ്ത്രീകളുടെ അഭിഭാഷകനെയാണ്, സഭയടക്കം വിശ്വാസത്തിലെടുക്കുന്നത് അഡ്വക്കേറ്റ് അമൃതോദാസ് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. പ്രോസിക്യൂഷൻ ഞങ്ങളുടെ വാദത്തെ എതിർത്തു തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ വാദത്തെ എതിർത്തു എന്നതല്ല, ഞങ്ങൾ അതായത് കന്യാസ്ത്രീകൾ ക്രിമിനൽസ് അല്ല എന്ന് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞു. ഇതിനെ പ്രോസിക്യൂഷൻ കന്യാസ്ത്രീകൾ ക്രിമിനൽസ് ആണോ നിർബന്ധിത മതപരിവർത്തനം ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഗണത്തിൽ വരുന്ന കാര്യമാണ്. ക്രിമിനൽസ് വേറെ, ഇത് വേറെ. ഈ കേസ് NIA കോടതിക്ക് വിടണമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ എന്തിനാണ് സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്? സെഷൻസ് കോടതിയിൽ നിന്ന് ഈ NIA കോടതിയിലേക്ക് വിടുന്നത് അത് നിയമപരമായി നിൽക്കുന്നതല്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ദില്ലിയിൽ ഉണ്ടായിട്ടും PR സുനിൽ അറിഞ്ഞില്ല എന്നാണ്. ഛത്തീസ്ഗഡ് സർക്കാർ സെഷൻസ് കോടതിയിലല്ല പറയേണ്ടത്. ഛത്തീസ്ഗഡ് സർക്കാർ അറിയിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ആ നിലപാടിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. NIA കോടതിയിലേക്ക് ബെയിൽ ആപ്ലിക്കേഷനായി മൂവ് ചെയ്തത് കന്യാസ്ത്രീകളാണ്. ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം കന്യാസ്ത്രീകൾ, അതായത് PR സുനിൽ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. താങ്കളുടെ ടേൺ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ജാമ്യം ലഭിക്കുക അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇതിൽ ഈ കേസിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 ചർച്ചകൾ വേണമെങ്കിലും നടത്താം. നിങ്ങൾക്ക് BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ഇടപെടുന്ന ആളുകളെയും ഒക്കെ അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞാലും അഡ്വക്കേറ്റ് അമൃതോദാസ് എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്. അദ്ദേഹം അവിടെ നിന്ന് PR സുനിൽ അസ്വസ്ഥനാകാതിരിക്കൂ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് പറയാമായിരുന്നല്ലോ. താങ്കൾ അസഹിഷ്ണുത. അപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദഗതികളെ പ്രോസിക്യൂഷൻ എതിർത്തോ? PR സുനിലും ആ നിയമ നടപടികളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ എന്തായാലും അത് നിരീക്ഷിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു പറയട്ടെ. ഈ പ്രോസിക്യൂഷൻ കന്യാസ്ത്രീകൾക്ക് വേണ്ടി അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദഗതികൾ ഏതെങ്കിലും പ്രോസിക്യൂഷൻ അവിടെ ശക്തമായി എതിർക്കുകയും അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെ വാദം നടക്കുമല്ലോ, വിശദമായ വാദത്തിനിടയിൽ അങ്ങനെ ഒരിക്കലെങ്കിലും പറഞ്ഞോ? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ജിമ്മി ജെയിംസ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, സാങ്കേതികമായിട്ടുള്ള നടപടികൾ എന്നുള്ളതിനെ. ആ സാങ്കേതികമായിട്ടുള്ള നടപടികൾ അത് ഏത് കേസിലായാലും പൂർത്തിയാക്കുമെന്നേ. അത് ആ രീതിയിൽ തന്നെയാണ്. അതിന് അവിടേക്ക് പോയ BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു കാര്യമില്ല. അല്ല, സാങ്കേതികമായി സ്വീകരിക്കേണ്ട പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കേസെടുത്തത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണോ അല്ലെങ്കിൽ തെളിവെടുക്കണോ എന്നതൊക്കെ ഛത്തീസ്ഗഡ് പോലീസ് എടുക്കേണ്ട തീരുമാനമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ മതപരിവർത്തന നിരോധന നിയമത്തെ കുറിച്ച് നിങ്ങളൊക്കെ വലിയ ആവേശം കൊള്ളുമ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന അജിത് ജോഗിയുടെ പിന്മുറക്കാർ ഇപ്പോൾ ഇന്നുകൂടി നടത്തിയിരിക്കുന്ന പരാമർശം എന്താണ്? ഈ നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയോ അല്ലെങ്കിൽ ഈ നിയമത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ BJP സർക്കാർ ചെയ്യണമെന്നാണ് ദീപക് ബൈജ് പറയുന്നത്. അതാണ് അവിടെ ഈ നിയമം കൊണ്ടുവന്ന
കോൺഗ്രസിന്റെ വക്കാലത്ത് നമുക്ക് കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. കോൺഗ്രസിന് കൈയടിച്ചല്ലേ ശീലം. ഞാനത് പറഞ്ഞോട്ടെ. പറഞ്ഞിട്ടുമുണ്ട്. അതെ അതെ അതെ. എന്നിട്ടാണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ അല്ല ഇരട്ടത്താപ്പുണ്ടല്ലോ. അല്ലല്ല, ഇവിടെ ബാലെ നാടകം എന്നൊക്കെ പി ആർ സുനിൽ പറഞ്ഞല്ലോ, വലിയ ബാലെ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ പരിഹസിച്ചത്. അപ്പോൾ ബാലെ ശരിക്കും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ ബാലെ നല്ല രീതിയിൽ ഇന്ന് മറ്റേ കോലമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ബാലയാണ്. ആ ബാലെ സുനിൽ കാണില്ല. കുറേ ദിവസം സുനിൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കൂ. അരമനകൾ കയറി ഇറങ്ങുന്നു. അതാണ് പോയെന്ന് വരും ഓട്ടമൊന്നുമല്ല. ക്രിസ്ത്യാനികളെ അപമാനിച്ചോളൂ. അപമാനിക്കല ജയിലിൽ പിടിച്ചിട്ടേക്ക് കന്യാസ്ത്രീകളെ, രണ്ട് കന്യാസ്ത്രീകളെ. ഞാൻ പറയട്ടെ, ആ സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ്. ശരി, ഞാനത് പറഞ്ഞോട്ടെ. NIA കോടതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ കേസ് എടുത്തിരിക്കുന്ന FIR-ൽ വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. NIA കോടതി മതപരിവർത്തനം ഉണ്ടോ? NIA കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ മനുഷ്യക്കടത്തുള്ളത് ഈ കേസിൽ ഫസ്റ്റ് FIR താങ്കൾ വായിച്ചിരുന്നു. അത് വായിച്ചു. പിന്നീടാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ആ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നീടാണ് മതപരിവർത്തനം, പിന്നീടാണ് 152. രണ്ട് ഘട്ടമായിട്ടാണ് അതിനകത്ത് കേസ് ചാർജ്. സെഷൻസ് കോടതി പോയി NIA-യിലേക്ക് മാറ്റി. അതാണ് എന്റെ ചോദ്യം അടിസ്ഥാനമായിട്ട്. അപ്പോൾ അതില്ല എന്ന് പ്രൂവ് ചെയ്യപ്പെടണം ഡോക്ടർ അരുൺ. താങ്കൾക്ക് ഒരു ബേസിക് നോളജ് ഇല്ലേ? ആ ബേസിക് നോളജ് വെച്ചാൽ ചോദിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ എനിക്ക് സുജിയോട് ചോദിക്കാനുള്ളത്. ഈ കേസിൽ എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പില്ല എന്ന് പ്രോസിക്യൂഷൻ പറയാഞ്ഞത്? പ്രോസിക്യൂഷൻ പറയാതിരുന്നത് അവരെ മറ്റ് ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ടാകും. അതായത് ഛത്തീസ്ഗഡ് പോലീസ് എടുത്ത കേസാണ്, റെയിൽവേ പോലീസ് കൈമാറിയ GRP കൈമാറിയ കേസാണ്. അതിലപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരത്തെ ഈ നാരായൺപൂർ അടക്കമുള്ള ഇടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു കേസാണ് എന്ന് അവർക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടണം. അല്ലാതെ ഒറ്റയടിക്ക് ഇത് മതപരിവർത്തനമല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല, മനുഷ്യക്കടത്തല്ല എന്ന് ഒറ്റയടിക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിലെ വകുപ്പിടാനും പോലീസ് സ്റ്റേഷനിൽ കയറി ഉൾക്കൊണ്ടു പോരാനും കഴിയില്ല. ഈ പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകൻ പ്രങ്കുഷ് മിശ്ര നമ്മുടെ ബൈറ്റിൽ തന്നൊരു വാചകം ഉണ്ടല്ലോ. എന്താ പറഞ്ഞത്? സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. ഇതിന് രണ്ടാമത്തെ എന്താ, ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉന്നയിക്കുന്ന എവിടെ അറിയാമോ? NIA കോടതിയില്ല. അഭിഭാഷകനാണോ ജെമി ജെയിംസ്? എന്താണ് ആ ബൈറ്റിൽ വന്നയാൾ? പ്രോസിക്യൂഷൻ അഭിഭാഷകനാണ്. അദ്ദേഹം അപ്പിയർ ചെയ്തതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അപ്പിയർ ചെയ്തു. നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ബൈറ്റുകൾ വന്നിരിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് വൈകാരിക വിഷയമാണ്. എന്നിട്ട് കേസ് ഡയറി തുറന്ന് വായിക്കുകയാണ്. ഇത് പൂർണ്ണമായുള്ള കേസുകൾ. സെഷൻസ് കോടതിയിൽ പറഞ്ഞ എല്ലാ വാദങ്ങളും ഇന്ന് NIA കോടതിയിൽ ഉന്നയിച്ചില്ലേ? കേസ് ഡയറിയാണ് അവിടെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾ പല കേസുകളിലും മാറ്റി പറയുന്നത് പോലെയല്ല, അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അവർ റീറ്ററേറ്റ് ചെയ്തു. അല്ലല്ല, അമിത്ഷാ നിങ്ങൾക്ക് ഇപ്പോൾ അതങ്ങ് സമ്മതിച്ചു തരണമായിരിക്കും. ഡോക്ടർ അരുൺ, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അമിത്ഷാ പറഞ്ഞതനുസരിച്ച് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞതിന്റെ വിധി വരുന്നതിന് മുൻപ് തന്നെ കിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നത് എന്തിനാണ്? നാളെ വിധി വരട്ടെ, കോടതിയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. ഇവിടെ നാടകം കളിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പിന്നെ കുറച്ച് മാധ്യമ പ്രവർത്തകരുമാണ്. ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കളിക്കുന്നുണ്ടോ BJP എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ക്ലൈമാക്സുകളുള്ള, രണ്ട് സ്ക്രിപ്റ്റുകളുള്ള, എന്നാൽ രണ്ടു തരം കാണികളുള്ള ഒരേ സംവിധായകന്റെ രണ്ട് നാടകങ്ങളാണ് ഒരേ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് നാടകവും രണ്ടും ചവിട്ട് നാടകങ്ങളാണ്. രണ്ടിടത്തും ചവിട്ടുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് ചവിട്ട് തലോടലായി അനുഭവപ്പെടുന്നു, മറ്റൊരിടത്തെ ചവിട്ട് ഇപ്പോൾ ചവിട്ടായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ്, മറ്റൊന്ന് നടക്കുന്നത് കേരളത്തിലാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ രണ്ട് ക്ലൈമാക്സ് പോലെയാണ്. ഛത്തീസ്ഗഡിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു നാടകം, കേരളത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു നാടകം. അങ്ങനെ ഇരട്ട ക്ലൈമാക്സും ഇരട്ട സ്ക്രിപ്റ്റുമായി BJPയുടെ ചവിട്ട് നാടകം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ ഇന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രങ്കുഷ് മിശ്ര നമ്മുടെ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്ന വാചകത്തിൽ തുടങ്ങാം. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഇന്നലെ അമിത്ഷാ UDF MP-മാർക്കും കേരളത്തിലെ BJP അധ്യക്ഷനും ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ വാചകം കൂടി ഞാൻ പറയാം. സർക്കാർ അനുകൂലമായ നിലപാടെടുക്കും, പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർക്കില്ല. ഇതാണ് UDF MP-മാർ പറഞ്ഞ് അമിത്ഷാ പറഞ്ഞതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇന്ന് സംഭവിച്ച കാര്യം ഞാൻ പറയാം. പ്രോസിക്യൂഷൻ്റെ വാദമാണ്. പ്രോസിക്യൂഷൻ്റെ ഒപ്പം നിന്ന പ്രങ്കുഷ് മിശ്ര എന്ന അഭിഭാഷകൻ പറയുന്നു, നമ്മളുടെ ബൈറ്റിൽ പറയുന്നു, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. അമിത്ഷാ UDF MP-മാരോട് പറയുന്നു, പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർക്കുന്നില്ല. പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറയുന്നു, കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്.
കാരണം ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പറയുന്നത് NIA കോടതിയിൽ കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളുടെ മതം മാറ്റാൻ ശ്രമിച്ചത്. കുട്ടികളല്ല, അവർ 18 വയസ്സ് പൂർത്തിയായവരാണ്. കന്യാസ്ത്രീകൾ ഇത് തുടർച്ചയായി ചെയ്യുന്നതാണ്. നിലവിൽ ഒരു തെളിവ് പോലും ഈ കന്യാസ്ത്രീക്കെതിരെ, ഒരു കുറ്റം പോലും, ഒരു FIR പോലും ഈ ഛത്തീസ്ഗഡിലോ ആഗ്ര പരിധിയിലോ ഇല്ല എന്നുള്ളതാണ്. നാളിതുവരെ ഒരു ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടവരല്ല പ്രീതി സിസ്റ്ററും വന്ദന സിസ്റ്ററും. ഇത് വലിയ വൈകാരിക വിഷയമാണ്. ആണ് സാർ, ഇത് വലിയ വൈകാരിക വിഷയമാണ് സാർ. കേരളത്തിലും ഈ ഇന്ത്യയിലും ഇത് വൈകാരിക വിഷയമാകും സാർ. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 2 കാവൽ മാലാഖമാരെ ജയിലിൽ പിടിച്ചിടുമ്പോൾ വൈകാരിക വിഷയമാകും. സെഷൻസ് കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് തന്നെയാണെന്നേ നമ്മളിവ പറയുന്നത്. സെഷൻസ് കോടതിയിൽ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് NIA കോടതിയിലും ആവർത്തിച്ചത്. എവിടെ പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ്? ജാമ്യം കൊടുത്താൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടങ്ങും. ഹൈക്കോടതി പ്രോസിക്യൂഷന്റെ ഭാഗമായി നിന്ന പ്രങ്കുഷ് മിശ്രയുടെ വാദമാണ് ഞാൻ ഈ പറയുന്നത്. ജാമ്യം കൊടുത്താൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടരും. NIA കോടതിയിൽ ഇത് പ്രോസിക്യൂഷൻ എടുത്ത നിലപാടാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ UDF-ലെ MP-മാർക്കും ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷനും കൊടുത്തു എന്ന് പറയുന്ന ഉറപ്പെവിടെ? അത് കോടതിയിൽ നാളെയും ആവർത്തിക്കും. ഇതാണ് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് അങ്കുഷ് മിശ്ര ഇന്ന് റിപ്പോർട്ടിന് കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ പറയുന്നത്. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊടുത്ത ഉറപ്പിന് എന്ത് വിലയാണുള്ളത്? അതാണെന്ന് പാംപ്ലാനി പിതാവ് പറഞ്ഞത്. അമിത്ഷായുടെ വാക്ക് കാറ്റിൽ പറന്നുപോയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ തെരുവിൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാട്ടം തുടരേണ്ടി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് യാദൃച്ഛികമാണെന്ന് കരുതുന്നുണ്ടോ? ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ ജയിലിലിട്ട വിഷയം ഛത്തീസ്ഗഡിൽ ആളിക്കെത്തിച്ച് ബജരംഗ് ദളിന്റെ പിന്തുണയോടുകൂടി അവിടെയുള്ള ഭൂരിപക്ഷ വോട്ടുകൾ സ്വന്തമാക്കണം. എന്നാൽ അതിൻ്റെ തിരക്കഥ മറുഭാഗത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അനൂപ് ആന്റണിയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ള കേരളത്തിലെ BJP നേതൃത്വത്തിന് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും 20% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ പിന്തുണ വേണം. അതിനുവേണ്ടി ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കണം. നാളെ ഇവർക്ക് ജാമ്യം കിട്ടും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അത് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടല്ല, സ്വാഭാവികമായി ജാമ്യം കിട്ടണം. കാരണം പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തതെന്ന് അറിയാമോ? പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ ഈ കേസിലെ പ്രാഥമികമായ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പൊളിഞ്ഞ് അടുങ്ങും. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് NIA-യുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത്? 2008 NIA ആക്ട് പ്രകാരം ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരു ഷെഡ്യൂൾ ഒഫൻസാണ്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചിരിക്കണം, നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് കടത്തണം. ഇതെവിടേക്കാണ് കടത്തിയത്? ആഗ്ര വിദേശ രാജ്യമാണോ സുജയ? ആഗ്രയിലെ ഒരു സ്ഥാപനത്തിലേക്ക് ഇവരെ ജോലിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകൾ വരുമ്പോൾ അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺട്രാക്ടർമാർക്ക് പണിയെടുക്കാൻ പറ്റുമോ? കേസ് അടിപൊളി പൊളിഞ്ഞു പോകും. പിന്നെ മതപരിവർത്തനം നടത്തിയതാണ് പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ ക്യാമറയിലും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാദേശിക ചാനലിൻ്റെ ബൈറ്റിലും വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ, 5 വർഷമായി ഞങ്ങളുടെ ദൈവം ആദിവാസി വിഭാഗത്തിലെ ദൈവമായ ഗോണ്ടോ ദൈവമല്ല, പകരം ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ കേസ് അന്വേഷിച്ചാൽ പൊളിഞ്ഞടുങ്ങുന്നൊരു കേസ്, ഒരു കാരണവശാലും കോടതിയിൽ നിലനിൽക്കാത്തൊരു കേസ്, ആ കേസിൽ പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഉറപ്പെവിടെ എന്ന ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് നാളെ ജാമ്യം കിട്ടും. കാരണം 60 വയസ്സ് കഴിഞ്ഞവരാണ്, സ്ത്രീകളാണ്, ഇവർക്കെതിരെ മുൻകൂർ കേസുകളില്ല. NIA-ക്ക് തന്നെ ഈ കേസ് പരിഗണിക്കണമെന്ന വിഷയത്തിൽ ആശങ്കയുണ്ട്. കാരണം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഈ വിഷയം NIA-യുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന വിഷയമാണോ എന്ന വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതിന് സ്വാഭാവികമായും ജാമ്യം കിട്ടും. പക്ഷേ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ളത് ചെയ്തു. ആരെ സന്തോഷിപ്പിക്കാൻ? ഛത്തീസ്ഗഡിലെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനും ഛത്തീസ്ഗഡിലെ BJP-യെ സന്തോഷിപ്പിക്കാനും പ്രോസിക്യൂഷൻ വേണ്ടത് ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനോ? പുറത്തു വന്ന് ഷോൺ ജോർജും അനൂപ് ആന്റണിയും കള്ളം പറഞ്ഞു. പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. അങ്ങനെയല്ല, പ്രോസിക്യൂഷൻ എതിർത്തു. അതൊരു സ്വാഭാവികമായ നടപടിക്രമമോ എന്ന നിലയിൽ തന്നെ പ്രോസിക്യൂഷൻ എതിർത്തു. പക്ഷേ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതാണല്ലോ ചരിത്രം. 10% കേസുകളെങ്കിലും കേരളത്തിൽ പല ക്രിമിനൽ കേസുകളിലടക്കം നോൺ ബെയിലബിൾ കേസുകളിലടക്കം ജാമ്യം അനുവദിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ. എത്രയെത്ര കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. പല കേസുകളല്ലേ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സുപ്രീം കോടതി തന്നെ ഓർമ്മിക്കുന്നുണ്ട്, പല കോടതികളും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രോസിക്യൂട്ടറെ, നിങ്ങൾ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാരിൻ്റെ വാദം പറയുന്നവരല്ല പ്രോസിക്യൂട്ടർ. കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നിങ്ങൾ ജാമ്യ ഹർജി എതിർക്കുമ്പോൾ അതിന് മതിയായ കാരണങ്ങൾ വേണം എന്ന് പല കോടതികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം കേസുകളും വളരെ പ്രധാനപ്പെട്ട കേസുകളിലടക്കം ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ജാമ്യം നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫോർമലായിട്ട് ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടില്ല. ഞാൻ ചില കേസുകൾ പറയാം, വളരെ പ്രധാനപ്പെട്ട കേസുകളാണ്. ഒന്ന്, പ്രഭാ ശർമ്മ കേസ്, പ്രഭാ ശർമ്മ വേഴ്സസ് ദ സ്റ്റേറ്റ് 1993.
ഒരു ഫോർമൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല പ്രോസിക്യൂഷന്. സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി ആദ്യ ദിവസം തന്നെ ജാമ്യം അനുവദിക്കുക. രണ്ടാമത്തെ കേസ് സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് അമരാമാണി ത്രിപാഠി 2005 സുപ്രീം കോടതിയിൽ വന്ന കേസാ. പ്രോസിക്യൂഷന് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഇതേപോലൊരു ഫോർമൽ ഒബ്ജക്ഷൻ ഇല്ല. ഇതേപോലെ കന്യാസ്ത്രീകൾക്കെതിരെ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ ഒരു ആർഗ്യുമെന്റ് ഇല്ല. അവിടെയും ആദ്യ ഇൻസ്റ്റൻസിൽ പ്രോസിക്യൂഷൻ വഴങ്ങി. മൂന്നാമത്തെ ഒരു കേസ് നോക്കൂ, ED കേസുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ ED കേസുമായി ബന്ധപ്പെട്ട കേസിൽ സജീവ് മിശ്രയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിലേക്ക് കേസ് വരുമ്പോൾ ED പറയുന്നു ബെയിൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയുന്നു എന്നത് ഓർമ്മിക്കണം. അപ്പോൾ ഇങ്ങനെ പല കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കേസുകളിലെല്ലാം പ്രോസിക്യൂഷൻ ജാമ്യം നൽകിയ ഇൻസ്റ്റൻസസ് നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് ഇത് എന്തുകൊണ്ട് മാറിയില്ല? അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രോസിക്യൂഷൻ ഇങ്ങനൊരു വാദം ഉന്നയിക്കില്ലായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമാണിത്. ഈ രംഗം ഇപ്പോൾ നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് കന്യാസ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവരെയും ക്രൈസ്തവ വിശ്വാസികളെയുമാണ്. അത് സന്തോഷിപ്പിക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെയാണെന്ന് BJPയുടെ ഛത്തീസ്ഗഡ് വിഭാഗം കരുതുന്നു. എന്നാൽ നോക്കൂ, ഇതിൻ്റെ തുടർച്ചയാണ് കേരള സ്റ്റോറി. കേരള സ്റ്റോറി അല്ലേ? കേരള സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകൻ സുദീപ് തോസന്നിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കൊടുത്തു. 32,000 സ്ത്രീകളെ ആണ് മതം മാറ്റിയത് എന്ന പച്ചക്കള്ളം പറഞ്ഞു. അതിന് ജൂറി ആവർത്തിക്കുക. വസ്തുതാപരമായ ഒരു സിനിമയുണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജൂറി ഇന്ന് പ്രസ് മീറ്റിൽ. വസ്തുതാപരമാണോ സുജയ? നോക്കൂ, കേരള സ്റ്റോറിയിൽ എന്താ സംഭവിച്ചത്? കേരള സ്റ്റോറി ഒരു ഫാൾസ് പ്രൊപ്പഗാൻഡയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? ഈ സ്റ്റോറിയല്ലേ ഇടുക്കിയിലും മറ്റു പല അതിരൂപതയുടെയും കീഴിൽ പ്രദർശിപ്പിച്ചത്, അവിടെയുള്ള സഭാവിശ്വാസികളെ കാണിച്ചത്, പല സ്റ്റേറ്റുകളിലും നികുതി ഒഴിവാക്കി കാണിച്ചത്. അപ്പോൾ കേരള സ്റ്റോറി കാണിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു വിഭാഗത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കന്യാസ്ത്രീകളെ ജയിലിടുമ്പോൾ വേറൊരു ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ഇടുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമെന്താ? വിചാരധാരയിലെ ബന്ധമാണ്. ഇത് രണ്ടും ആഭ്യന്തര ശത്രുക്കളെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഇനി ഭീമ കൊറേഗാവ് കേസിൽ വരുമ്പോൾ സ്റ്റാൻ സ്വാമിയാണ് ജയിലിടാൻ പോകുന്നത്. അവിടെ ഇന്റലക്ച്വൽസിനെയും ലെഫ്റ്റ് ഇന്റലക്ച്വൽസിനെയുമാണ് അവിടെ ജയിലിടാൻ പോകുന്നത്. അത് മൂന്നാമത്തെ ആഭ്യന്തര ശത്രുവായ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്. അപ്പോൾ ഈ നാടകം ഇങ്ങനെ തുടരുകയാണ്. ഭീമ കൊറേഗാവ് കേസിൽ സ്റ്റാൻ സ്വാമിയും റോണാ വിൽസനെയും അടക്കമുള്ളവരെ ജയിലിലടച്ച് അവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് ഒരു തിരക്കഥയുടെ ഒരു ഭാഗം. കന്യാസ്ത്രീകളെ ജയിലിലടച്ച് ഛത്തീസ്ഗഡിൽ ഒരു രംഗവും കേരളത്തിൽ മറ്റൊരു രംഗവും പകർന്നാടുന്നത് മറ്റൊരു നാടകത്തിൻ്റെ ഒരു രംഗം. ഇനി കേരള സ്റ്റോറിയുമായി വന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് തിരക്കഥയുടെ ഒരു ഭാഗം. ഇനി ഗവർണറെ വിട്ട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കുന്നത് മറ്റൊരു ഭാഗം. സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നികുതി പൂർണ്ണമായിട്ടും വെട്ടിക്കുറച്ച് അതിന് ആനുപാതികമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം കുറച്ചുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കുന്നത് മറ്റൊരു വിഭാഗം. EDയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ നിയന്ത്രിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തത് മറ്റൊരു വിഭാഗം. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തെ തകരാറിലാക്കുന്നത് മറ്റൊരു രംഗം. ഇങ്ങനെ തുടർച്ചയായി ടാളിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം പലതാണ്, പക്ഷേ കൃത്യമായിട്ടും അത് തമ്മിൽ കോർത്തിയിണക്കുമ്പോൾ അതിലൊരൊറ്റ കാര്യമേ വരുന്നുള്ളൂ. ആഭ്യന്തര ശത്രുക്കളായി സംഘപരിവാറിന് കാണുന്ന അവരുടെ ഹിന്ദുത്വ ദേശീയതയുടെ മറുഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അവരിതാ നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമല്ലാത്തൊരാശയം, ആ ആശയം അവർക്കില്ല. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ആശയവുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിൻ്റെ സ്ക്രിപ്റ്റിൽ വിടരുന്ന പല പല രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഒന്ന്, കേരളത്തിൽ മറ്റൊന്ന് എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഈ ചവിട്ട് നാടകവും ഈ പൊറാട്ട് നാടകവും എത്ര കാലം നമ്മൾ കാണും? ഈ കള്ളങ്ങൾ പൊളിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ആശയത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കാണുന്നത്, ഭീമ കൊറേഗാവിൽ കാണുന്നത്. പശുക്കടത്തിൻ്റെ പേരിൽ ആദിവാസി ചെറുപ്പക്കാരെ ഗുജറാത്തിൽ ഉത്തർപ്രദേശിലും ആക്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കാണുന്നത്, അഖിലാഖിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം തിരയാൻ പോകുമ്പോൾ കാണുന്നത്, വൈദിക വേഷമിട്ടു എന്നതിൻ്റെ പേരിൽ ഒഡീഷയിൽ ഒരു വൃദ്ധനെ മർദ്ദിക്കുന്നത്, ഒരു വൃദ്ധ പുരോഹിതനെ മർദ്ദിക്കുന്നതിൽ കാണുന്നത്, ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിൻ്റെ കുഞ്ഞുമക്കളെയും ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും തീയിലിട്ടിരിക്കുന്നത് കാണുന്നത്, കാണ്ഡഹാലിൽ കന്യാസ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ കാണുന്നത്, മണിപ്പൂരിൽ 627-ലധികം പള്ളികൾ ആക്രമിക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഈ രംഗങ്ങൾ ഇവിടെ അവസാനിച്ചുവെന്ന് കരുതരുത്. തുടരാൻ പോകുന്ന നാടകത്തിലെ ഒരു രംഗത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലെ നാടകങ്ങളും മുന്നിലെ നാടകങ്ങളും ഇരട്ട ക്ലൈമാക്സുമായി നാടകം തുടരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നാളെ ജാമ്യം കിട്ടുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും BJPയും അനൂപ് ആന്റണിയും ഷോൺ ജോർജും വരരുത്. മിനിമം അത്രയെങ്കിലും ഒരു മിനിമം സത്യസന്ധത സ്വാഭാവികമായി നിരൂപിക്കുന്ന നീതി ഇന്ന് പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നെങ്കിൽ
കെട്ടിക്കിടക്കുകയല്ല. അവരവിടെ നിങ്ങൾക്ക് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, അനൂപ് ആന്റണി പോയ മനുഷ്യാവകാശം അനൂപ് ആന്റണി പോയത് മനുഷ്യാവകാശമാണ്. അനൂപ് ആന്റണിക്ക് ആദ്യം എന്താ കിട്ടിയത്? പൊന്നാടയല്ലേ കിട്ടിയത്? അത് ഒരു പൊന്നാട സ്വീകരിക്കാൻ വേണ്ടിയാണ് അനൂപ് ആന്റണി പോയത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ എ റഹീമിനെ അങ്ങനെ പൊന്നാടയിട്ട് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ അനൂപ് ആന്റണിക്ക് പൊന്നാടയല്ലാതെ ആ കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടിയോ? കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടുന്നത് നിയമപരമായിട്ടാണ്, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിറക്കുകയല്ല. മജിസ്ട്രേറ്റ് കോടതി പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി വിളിച്ചിറക്കുന്ന കേരളത്തിലെ നിലപാടല്ല അവിടെ. കേരളത്തിലാവില്ല. കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ കേരളത്തിലെ ഭരണകൂടം ജയിലിൽ കിടന്ന ഒരു ക്രിമിനലിന് തൊട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. പോലീസ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ ആ പ്രതി കണ്ണൂർ ജയിലിലേക്ക് തിരിച്ചു വന്നു. ആ പ്രതി കണ്ണൂർ ജയിലിലുണ്ട്. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എവിടെ? കുറ്റമുക്തരാക്കാൻ കാരണം മലേഗാവ് കേസിലെ, അതാണ് പ്രേക്ഷകരെ, മലേഗാവ് കേസിലെ പ്രതിയായ ഒരു തീവ്രവാദിയായി മലേഗാവ് കേസിലെ പ്രതിയായിരുന്നു അവര്. എന്താ പറഞ്ഞത്? അവര് പ്രതിയാവും. ആപ്പിൽ പോയാൽ അവർ പ്രതിയാവും. മലേഗാവ് കേസിലെ പ്രതിക്ക് നിങ്ങൾക്കൊക്കെ അജണ്ടയാണ്. ആളുകളോട് എന്ത് പറയാനാണ്? കേസിലെ ഒരു പ്രതിക്ക് BJP ടിക്കറ്റ് കൊടുത്തതല്ലേ? പറയൂ, അവർ പ്രതിയായിരുന്നപ്പോഴല്ലേ ടിക്കറ്റ് കൊടുത്തത്? ആണോ? ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരാളെ പോലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ 17 വർഷങ്ങൾക്ക് ശേഷമാണ് അക്യൂട്ടഡ് ആയത്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പ്രഖ്യാപിച്ച് ഗോഡ്സെയെ പൂജിക്കുന്ന ആളായിരുന്നു. ഗോഡ്സെ ഗാന്ധിയെ വധിച്ചത് എന്തിനാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഗോഡ്സെ രാജ്യസ്നേഹിയാണോ? ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞ ആൾക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തില്ലേ? അങ്ങനെ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രജ്ഞാ സിംഗിന് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തില്ലേ? BJP ടിക്കറ്റ് കൊടുത്തില്ലേ? ആ പ്രജ്ഞാ സിംഗിനെയും സിംഗുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ വിദ്വേഷം എന്താണെന്ന് നന്നായി അറിയുന്നുണ്ട്. നിങ്ങൾ ഈ 13 സംസ്ഥാനങ്ങൾ പോകണം. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആന്റി ദളിത് അട്രോസിറ്റീസിൽ 97% ഉള്ളത് എവിടെയാണെന്നറിയുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല. 23 അട്ടപ്പാടിയിൽ ഒരു മധു ഉണ്ടായിരുന്നല്ലോ. അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യം പറയൂ. അട്ടപ്പാടിയിലെ മധുവിനെ ആരാ കൊന്നത്? ഏത് സ്റ്റേറ്റിലാണ്? മധുവിനെ കൊന്നവരെ എന്താ പോലീസ് പിടികൂടിയത്? നോക്കൂ, അട്ടപ്പാടി ഈ പറയുന്ന ഉത്തർപ്രദേശിൽ 23%. തൊട്ടുപിന്നിൽ നിൽക്കുന്നത് മധ്യപ്രദേശ്. ഈ പറയുന്ന സ്റ്റേറ്റുകളിലെല്ലാം BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന ഇടങ്ങളിൽ ദളിത് അട്രോസിറ്റീസിന്റെ കണക്കാണ് 97.7%. ആ കണക്കാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയാം സുജയ, ഒറ്റ കാര്യമുള്ളൂ. മലേഗാവ് കേസിലെ പ്രതിയെ പ്രജ്ഞാ സിംഗിന് ടിക്കറ്റ് ആയിരുന്ന സമയത്താണ് നിങ്ങൾക്കത് സമാധാനമാകില്ലെന്ന് പറഞ്ഞാൽ അല്ല, അത് ക്ലിയർ ചെയ്ത് പോകണം. മലേഗാവ് കേസിലെ പ്രതിയായിരുന്നപ്പോഴല്ലേ അവർ മത്സരിച്ചത്? പറഞ്ഞാൽ മതി. അന്ന് പ്രതിയാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കോടതിയിലും അത് പ്രൂവ് ചെയ്യപ്പെട്ടു. മനുഷ്യരെ ചികിത്സിക്കുന്ന, അവർക്ക് അഭയം കൊടുക്കുന്ന കന്യാസ്ത്രീകളെ നിങ്ങൾ പിടിച്ച് ജയിലിലിടും. എന്നിട്ട് കള്ളത്തരം പറഞ്ഞ് ഞങ്ങളിതാ ജാമ്യം കൊടുക്കാൻ പോകുന്നു എന്ന് പറയും. പ്രോസിക്യൂഷൻ ഒരു നിലപാട് അവിടെ സ്വീകരിക്കും. ഡൽഹിയിൽ മറ്റൊരു ഉറപ്പ് നിങ്ങൾ കൊടുക്കും. അവിടെ ഛത്തീസ്ഗഡിൽ പോയി മറ്റൊരു രാഷ്ട്രീയ നാടകം കളിക്കും. അടിമുടി ചവിട്ട് നാടകം എന്നാണ് എൻ്റെ അഭിപ്രായം. 3 പേരുടെ അഭിപ്രായം ഇത് നാടകമാണ് എന്നാണ്. ഒരാളുടെ അഭിപ്രായം ഇത് നാടകമല്ല എന്നാണ്. Meet the editors.